വന്യമൃഗ ആക്രമണം പ്രതിരോധിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പറച്ചിലല്ല നടപടികളാണ് ആവശ്യമെന്ന് കീരമ്പാറ പഞ്ചായത്ത് ഭരണസമിതി അംഗം മാമച്ചൻ ജോസഫ് പറഞ്ഞു. ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തങ്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയുടെ 2 പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളിൽ ഒരു പശു ഇപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പശുവിനെ കാട്ടാനെ ആക്രമിക്കുകയും ഇവരെ പശുവിനെ മാറ്റിക്കെട്ടാൻ അവിടെ ചെന്ന സമയത്ത് ആന അവരുടെ അടുത്തേക്ക് തങ്കയുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നെങ്കിലും അവർ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ കന്നാലിയെ വളരെ മാരകമായി ആന ആക്രമിക്കുകയും കന്നാലിയുടെ വലത്തുകാലം നമുക്കറിയാം വളരെ മാരകമായൊരു മുറിവാണ്. അതുപോലെ അടിവയറ്റിലെ മുറിവുണ്ട്. കത്തില്ല എന്ന് മാത്രം പറയാം. അപ്പോഴത്തേനും നമ്മുടെ പാസ്റ്റർ ജോളിയെ ഇവർ വിളിച്ചറിയിക്കുകയും ജോളിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആളുകളും വന്ന് ആനയെ പടക്കം പൊട്ടിച്ച് ഓടിക്കുകയാണുണ്ടായത്. പക്ഷെ ഇപ്പൊ പകലും കാട്ടാനയുടെ ആക്രമണം ഇതുപോലെ തുടരുകയാണ്. ഇവിടെ ഇന്നും തുടങ്ങിയല്ല, നാളുകളായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണ്. മനുഷ്യർക്ക് റോഡുകൾ നടക്കാൻ പാടില്ല, ആളുകൾക്ക് കൃഷി ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ പോലും വളർത്താൻ പറ്റാത്തൊരു ദുരവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പറച്ചിലല്ലാണ്ട് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ ഫെൻസിംഗ് വരുമെന്ന് പറഞ്ഞ് 4 മാസം മുമ്പ് കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്താണ് ഹാങ്ങിങ് ഫെൻസിംഗ്. പക്ഷെ ഇതുവരെയായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇതുപോലെ അപകടങ്ങൾ പെരുകുമ്പോൾ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൂടെ വസിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതുപോലെ തന്നെ അപകടം പറ്റുന്ന മൃഗങ്ങൾക്കായിക്കോട്ടെ മനുഷ്യർക്കായിക്കോട്ടെ ആർക്കാണെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ സാമ്പത്തിക നഷ്ടം കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവണം. അല്ലാതെ വെറുതെ വണ്ടിച്ചെക്ക് കൊടുത്തു പോയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ നമുക്കറിയാം തങ്കയ്ക്ക് തന്നെ ഏതാണ്ട് ഒരു കൊല്ലം 1.5 കൊല്ലം മുമ്പ് പന്നി ആക്രമണത്തിൽ മാരകമായി പരിക്ക് പറ്റുകയും അവര് ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. ജസ്റ്റ് ജീവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ അവർക്ക് പണിയെടുക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ജോലി എടുക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഇതുവരെയായിട്ട് യാതൊരു കോമ്പൻസേഷനും സർക്കാർ കൊടുത്തിട്ടില്ല. ആകെപ്പാടെ കൊടുത്ത് 30,000 എന്നിട്ട് 10,000-45,000 രൂപ നമ്മുടെ നാട്ടുകാരൊക്കെ കൂടിയാണ് ഞങ്ങൾ മെമ്പർമാരെ കൂടി സഹകരിച്ചാണ് ഞങ്ങൾക്ക് അവർക്ക് സഹായം ചെയ്തത്. അവർക്ക് ഇതുവരെയായിട്ട് ഒരു സഹായം പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി വനംവകുപ്പ് ഇനി മുതൽ ഒരാൾക്കൊരു അപകടം പറ്റിയാൽ പോലും ഞങ്ങൾ അവർക്ക് പൈസ മുടക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം പറഞ്ഞാൽ ഗവൺമെന്റ് പൈസ മുടക്കിക്കൊള്ളണം, അല്ലാതെ ജനങ്ങൾ പൈസ മുടക്കട്ടെ ഞങ്ങൾ പിന്നെ പൈസ തരാന്നുള്ള നടപടി പറ്റില്ല. ഞങ്ങൾ അതിന്റെ ശക്തമായിട്ടുള്ള ഗവൺമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രഷർ ചെലുത്തും. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ പെരുകുമ്പോൾ അടിയന്തരമായി ഫെൻസിംഗ്, ട്രഞ്ച് അടക്കമുള്ള കാര്യങ്ങളിൽ വെറും വാക്കുകളിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കൂടി വനംവകുപ്പ് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് അവസരത്തിൽ പറയുന്നത്.